ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഈ ദിനത്തിൻ്റെ നടുക്കുന്ന ഓർമ്മ നമ്മെ ഇന്നും വേദനിപ്പിക്കുന്നതാണ്. അതേസമയം അതിനെ അതിജീവിച്ച ഒരു ജനത നമുക്ക് മുന്നിലുണ്ട് എന്നത് നമുക്ക് തരുന്ന മനഃശക്തിയും ചെറുതല്ല. യുദ്ധത്തിൻ്റെയും മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെയും എല്ലാ ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനത. ആ ദുരന്തമുണ്ടാക്കിയ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ആഘാതങ്ങളെ തരണം ചെയ്യാൻ അവരനുഭവിച്ച യാതനകളും ചെറുതല്ല. ഇന്ന് കേരളം മറ്റൊരു ദുരന്തമുഖത്താണ്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ജനതയെ ആ ദുരന്തമുഖത്ത് നിന്ന് കരകയറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാം. യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാനാകാത്തതാണ് രണ്ടും. എങ്കിലും ദുരന്തമുണ്ടാക്കിയ ശാരീരിക മാനസിക ആഘാതങ്ങൾ, ആ ദുരന്തഭൂമിയിൽ ഇനി ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഏതു ദുരന്തത്തെയും അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തി, പരസ്പരം കൈകോർത്ത് ഒന്നായി അതിജീവിക്കാനുള്ള ഉയർന്ന മാനവിക ബോധം, ഇതെല്ലാം ഇന്നത്തെ അവസ്ഥയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഹിരോഷിമ ദിനം.